ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ പെർഫെക്റ്റ് ആവുമൊന്നുമില്ല, എന്നാലും നമുക്ക് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. പെറ്റ്സ് ആയിട്ടുള്ള വീട്ടിലൊക്കെ ഇത് അടിച്ച് പരീക്ഷിക്കാവുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ള എൻ്റെ കുമോൻ്റെ ചെറിയൊരു ബനിയൻ്റെ പീസാണ്. ബനിയൻ യൂസ് ചെയ്യുന്നതിനേക്കാൾ കോട്ടൺ യൂസ് ചെയ്യണതാണ് നല്ലത്. അപ്പോൾ ഞാൻ കോട്ടൺ കൊണ്ട് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. 2 ടൈപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നത്. ഇത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ഇത് അടിഭാഗത്തേക്ക്, അതായത് എൻ്റെ അടുത്തുള്ളത് തത്തയാണ്. തത്തയുടെ കഴുത്തിൻ്റെ താഴത്തേക്ക് വരുന്ന ഭാഗത്താണ് ഇപ്പം ഞാൻ പിടിച്ചിട്ടുള്ള പോർഷൻ വരുന്നത്. ബാക്കിലേക്ക് വരുന്നതാണ് നോർമൽ പീസ്. അത് സൈഡൊക്കെ അടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഹസ്ബൻഡിന് പെറ്റ്സിനോട് ഭയങ്കര താല്പര്യമാണ്. എനിക്ക് പെറ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് വീട് ക്ലീൻ ആയിട്ടിരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് ഉള്ളിൽ കയറ്റിയിട്ട് വളർത്തുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പോഴാണ് എൻ്റെ സിസ്റ്റർ ഇങ്ങനെ ഒരു റീൽ എനിക്ക് ഷെയർ ചെയ്തത്. പക്ഷേ ആമസോണിൽ ഇതിന് 2 എണ്ണത്തിന് 401 ആണ് റേറ്റ് വരുന്നത്. ആ റേറ്റ് കൊടുത്തിട്ട് ഇത് വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് സൈസ് കറക്റ്റ് ആവുകയാണെങ്കിൽ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതിയിട്ടായിരുന്നു. ഇത് ചെറുതായിട്ട് ലൂസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്തപ്പോൾ കറക്റ്റാക്കി. ഇത് ആദ്യം ഞാൻ സൈഡ് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. സൈഡ് അടിച്ചു കൊടുക്കാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാപ്ലറൊക്കെ ഇട്ട് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു എന്ന് മാത്രം. ഇത് എൻ്റെ ഒരു ചെറിയ മെഷീനാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 3-4 വർഷം മുമ്പ് വാങ്ങിയിട്ടുള്ളതാണ്. എൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ തന്നെയാണ് ചെയ്യാറ്. കോട്ടൺ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ബനിയന് വെൽവെറ്റൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ കട്ടിയുള്ള ക്ലോത്തൊന്നും ഇതിൽ അടിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ചെറിയ പെട്ടെന്നൊക്കെ ഈ മാക്സി ഷേപ്പാക്കാൻ, അതുപോലെ കുട്ടികളുടെയൊക്കെ ചെറുതായിട്ട് അടിപൂട്ടത് അടിക്കാനൊക്കെയാണ് ഞാനിത് യൂസ് ചെയ്യാറ്. വലുതൊക്കെ അടിക്കാണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാറാണ് ചെയ്യൽ. ആദ്യം ഞാൻ തത്തമ്മയുടെ ബാക്കിൽ വരുന്ന ആ ഒരു പോർഷനാണ് അടിച്ചെടുത്തത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന പോർഷനും കൂടി അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ വെൽക്രോ ഫിറ്റ് ചെയ്യാൻ മറക്കരുത്. വെൽക്രോ അതിൻ്റെ കൂടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് അത് ഒട്ടി നിൽക്കില്ല. എന്നുണ്ടെങ്കിൽ നമ്മൾ പറിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ വിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ അത് വിട്ട് വന്നു. ഞാൻ പിന്നീടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഉൾഭാഗത്തേക്ക് നമ്മൾ അടയ്ക്കുന്ന പോർഷനിൽ ഇങ്ങനെ തിരിച്ചടയ്ക്കുന്ന സമയത്ത് ഒട്ടുന്ന രീതിയിലാണ് വരേണ്ടത്. തത്തമ്മൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ടിഷ്യൂ മടക്കിയിട്ട് ഉള്ളിൽ വെച്ച് കൊടുത്താൽ അതിൻ്റെ വെള്ളമൊന്നും പുറത്തേക്ക് പോവില്ല. ഇതിൻ്റെ ഇടുന്ന വീഡിയോ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വൃത്തിയായിട്ട് മനസ്സിലാവും അതെങ്ങനെയാണ് അത് ഇട്ട് കൊടുക്കുക എന്നുള്ളത്. ഫസ്റ്റ് ഡേ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ഞാൻ തത്തമ്മയുടെ ഫോട്ടോ ഇട്ടത്. ഇത് ഞാൻ കോട്ടൺ കൊണ്ട് ഒരു മാക്സിയുടെ ഒരു പീസ് ഉണ്ടായിരുന്നു, പഴയ മാക്സിയുടെ പീസ്. അതുകൊണ്ടാണ് ഞാനിത് അടിച്ചിട്ടുള്ളത്. ഇത് ഞാൻ വേറൊരു മോഡലാണ്. കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. ഇതിന് മുകളിൽ ചെറിയൊരു പോക്കറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ഈ താഴ്ഭാഗത്ത് വരുന്നവിടെ ഒരു പീസ് കൂടി വെച്ചിട്ട് ആ പീസിനെ നമ്മൾ നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് അടിച്ചെടുക്കുക. ആദ്യം ത്രികോണം പോലെ വെട്ടിയെടുക്കുന്നുണ്ട്. അത് വെട്ടിയെടുക്കുന്നത് വാല് പോകാൻ വേണ്ടിയിട്ടാണ്. അത് വേണമെങ്കിൽ മടക്കി അടിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മുതുകത്തിലേക്ക്, അതായത് തത്തമ്മയുടെ ബാക്ക് പോർഷനിലേക്ക് വരുന്ന ഒരു ചിറകിൻ്റെ ഇടയിൽ കൂടെ വരുന്ന പോർഷനാണ് ഇപ്പോൾ കാണിച്ച ചെറിയ പീസ്. അപ്പോൾ ആദ്യം ഇത് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഒരുപോലെ വെച്ചിട്ട് 4 പുറം അടിച്ചെടുക്കുക. എന്നിട്ട് ഇതിനെ പുറത്തേക്ക് പുറമറിച്ചെടുക്കുക. നമ്മൾ ഈ പില്ലോ കവേഴ്സൊക്കെ അടിക്കുന്ന സമയത്ത് അടിക്കില്ല, അതുപോലെ ആദ്യം അടിച്ചിട്ട് പിന്നെ ബാക്കിലേക്ക് തിരിച്ചെടുക്കുക. എപ്പോഴും കോട്ടൺ കൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ 2 തുണി വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആവും. ഇത് ഒരു പഴയ നൈറ്റിയുടെ തുണി ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ബലക്കുറവുണ്ട്. ഒരു സോഫ്റ്റ് ക്ലോത്ത് പോലെ ആയിട്ടുണ്ട്. കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്ന തുണിയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആവും. പക്ഷേ ഇത് ഓക്കെ ആയിരുന്നു. കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു എൻ്റെ തത്തയ്ക്ക്. 4 പുറം അടിച്ചെടുത്ത് ആ ഒരു പോക്കറ്റ് പോലെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ആ പോക്കറ്റിന് ഉള്ളിലേക്കാണ് നമ്മൾ ടിഷ്യൂ മടക്കി വെക്കേണ്ടത്. ടിഷ്യൂ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തുണി കഴുകേണ്ട ആവശ്യം വരുന്നില്ല. യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിഷ്യൂ എടുത്ത് കളഞ്ഞിട്ട് നമുക്കത് എടുത്ത് വെക്കാം. ഒരു 2-3-4 തവണയൊക്കെ ഇട്ടിട്ട് നമുക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ കോണ് വരുന്ന ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ആ പുറം മറിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കുക. പിന്നെ അതുപോലെ വെൽക്രോ ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. വെൽക്രോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഈ ബാഗിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടി വരുന്നില്ല, അതാണ്. അതൊന്ന് ചെറിയൊരു പോർഷൻ 2 പോർഷനായിട്ട് എടുക്കുന്നുണ്ട്. അതിൽ ഒരു ഭാഗം ഈ താഴ്ഭാഗത്തേക്ക് വരുന്ന തത്തമ്മയുടെ താഴ്ഭാഗത്തേക്ക്, ബേർഡ്സിൻ്റെയൊക്കെ താഴ്ഭാഗം വരുന്ന പോലെ ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക, അതായത് അടിച്ചു കൊടുക്കുക.
പിന്നെ മോൾ ഭാഗത്തേക്ക് അതിൻ്റെ ഒട്ടിക്കുന്ന ടൈപ്പ് ഒരു ബാഗ് പോലെയൊക്കെ തന്നെയാണ് വരിക. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കാൻ മതി. ഒട്ടിച്ചു കൊടുക്കുക, സ്റ്റാപ്ലർ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാനത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ബാക്കിലേക്ക് വരുന്ന പോർഷൻ പുറമറിച്ചെടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിൽ വെൽക്രോ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ പറ്റിയ അബദ്ധം ഇന്ന് പറ്റാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ. വെൽക്രോ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇനി എലാസ്റ്റിക് ഫിറ്റ് ചെയ്യാനാണ്. ഞാൻ ഇന്നലെ അടിച്ചതിൻ്റെ ബാക്കി എലാസ്റ്റിക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എലാസ്റ്റിക് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വരും, നടുവിൽ തത്ത വരും. ചെറിയ 2 പീസ് മതിയായ എലാസ്റ്റിക്, കാരണം കഴുത്തിൻ്റെ അവിടേക്ക് അത്ര വലിയ പീസൊന്നും ആവശ്യമില്ല. ഇതാണ് ഇന്ന് അടിച്ചത്, ഇട്ട് കൊടുത്തത്. ഇന്ന് കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് പോക്കറ്റ് പോലെയൊക്കെ വന്നിട്ട് കറക്റ്റായിട്ട് അതിന് ഫിറ്റിംഗ് ആയിരുന്നു. ഇട്ട് കഴിഞ്ഞാൽ അതിന് പറക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിന് ടൈറ്റായിട്ടുള്ള ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഇത് ഞാനത് ഇരുന്നതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ എനിക്ക് വീട്ടിൽ ഫുള്ള് വിടാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.